ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു പർച്ചേസിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഒരു മാസത്തേക്ക് വീട്ടിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുവാനായിട്ട് ഞാനിന്ന് കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിലാണ് പോയത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണിയാപുരം ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ടാണ്. ഏകദേശം ഒരു 4:30 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിലെത്തി. ഇതിൻ്റെ പുറകു വശത്താണ് പാർക്കിംഗ് ഏരിയ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അകത്തോട്ട് കയറുകയാണ്. നമ്മൾ അകത്ത് കയറുമ്പോൾ ഫസ്റ്റ് കാണുന്നത് എല്ലാ ഓഫർ പ്രൈസിലുള്ള ഐറ്റംസ് ആണ്. നമ്മൾ വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യുന്ന ലിക്വിഡാണിത്. 5 ലിറ്ററിൻ്റെ ഈ ലിക്വിഡിന് 699 രൂപയാണ്. ഓഫർ പ്രൈസ് വരുന്നത് 339 രൂപയാണ്. ഈ ലിക്വിഡ് എന്ന് പറയുന്നത് ഈ ഹൈപ്പറിലെ പ്രോഡക്റ്റാണ്. ഈ ബൈ 2 ഗെറ്റ് 1 ആണ് ഈ മഞ്ച്. പിന്നെ നമുക്ക് ഓഫർ പ്രൈസ് ഉള്ളത് ഓട്സ് ഉണ്ട്, ഡിന്നർ സെറ്റ് ഉണ്ട്, ടാങ്ക് ഉണ്ട്, ജ്യൂസ് ഐറ്റംസ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി ഐറ്റംസിലെ ബിസ്ക്കറ്റ് ഉണ്ട്, ഫാമിലി പാക്ക് ബിസ്ക്കറ്റ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി മോഡലുള്ള ബിസ്ക്കറ്റ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു മാസത്തേക്ക് സ്കൂളിലത്തേക്ക് സ്നാക്സ് ആയിട്ട് നമുക്ക് ഈ ബിസ്ക്കറ്റ് വാങ്ങിച്ച് വെക്കാവുന്നതാണ്. ഞാൻ അങ്ങനെയാണ് വീട്ടിലത്തേക്ക് വാങ്ങിച്ച് വെക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. മുകളിലാണ് സ്കൂളിലത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉള്ളത്. പിന്നെ കിഡ്സിൻ്റെ ഒരുപാട് ഐറ്റംസ് മുകളിലാണ് ഉള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ മുകളിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് താഴോട്ട് വരാമെന്ന് കരുതി. ഈ കിഡ്സ് ഐറ്റംസ് കാണുമ്പോൾ ദിയക്കുട്ടിയാണെങ്കിൽ ഓടി അതിലൊക്കെ കയറി കളിക്കും. പിന്നെ അവൾക്ക് ഇതുപോലത്തെ ഡോൾസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കാണുന്ന എല്ലാ ഡോൾസ് എടുത്ത് ദിയ കളിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കളിക്കുകയും ചെയ്യും. എന്നെ നോക്കിയിട്ട് ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഗേൾസിനെ പോലെ തന്നെ ബോയ്സ് ഇല്ലേ, അവർക്ക് പറ്റിയ ഒരുപാട് ടോയ്സ് ഇവിടെയുണ്ട്. ഇതാ കണ്ടില്ലേ, കാറ്, കുഞ്ഞു സ്കൂട്ടർ, ബൈക്ക്, കുഞ്ഞു ജീപ്പ്. ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത സെക്ഷനിൽ വന്നപ്പോൾ നമ്മുടെ പാറുവിനെ കണ്ടില്ലേ, എവിടെ കണ്ണാടി കണ്ടാലും കയറി നോക്കും. പിന്നെ ഇതാ കുഞ്ഞു ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. നമുക്കിപ്പോൾ ബർത്ത്ഡേക്കൊക്കെ പോകുമ്പോൾ ചെറിയ കപ്പൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. കണ്ടില്ലേ സ്മൈലി കപ്പ്. ഇതെന്ന് പറയുന്ന കേക്കിൻ്റെ ഐറ്റംസ് ഉള്ള സെക്ഷനാണ്. ദേവയാണെങ്കിൽ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഇതുപോലത്തെ ബോട്ടിൽ ദേവയ്ക്കുണ്ട്, വീണ്ടും എടുത്ത് കാണിക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഈ സെക്ഷനിലുണ്ട്. ബുക്സ്, ക്രയോൺസ്, ബോക്സ്, ഫയല്. ദേവയ്ക്ക് എന്തോ സ്കൂളിലത്തേക്ക് ഫയൽ വേണമെന്ന് പറഞ്ഞിട്ട് ദേവയും പാറും കൂടെ അത് നോക്കിയെടുക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പം ചെരുപ്പ് ഐറ്റംസ് ആണ്. പിന്നെ ഇതാ നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ മോപ്പ്, ബ്രഷ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പിന്നെ നമ്മളെ പണ്ട് കാലത്തെ വീടുകളിലൊക്കെ കുഞ്ഞു മൺകലത്തിലൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ആ മൺകലം ഇവിടെയുണ്ട്. നമുക്ക് അത് വേണമെങ്കിലും വാങ്ങിക്കാം ഇവിടെ നിന്ന്. പിന്നെ ഇതാ ക്ലോക്ക് ഐറ്റംസ് ഉണ്ട്. നമ്മളിങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോഴാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അങ്ങനെ മുകളിലത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങി. താഴോട്ട് ഓരോ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ദാ ദിയയും പാറുവും കൂടെ ഓരോന്നെടുത്ത് കാണിക്കുന്നുണ്ട്, ഇത് വേണോ അത് വേണോന്ന്. ദിയക്കുട്ടി വന്നിട്ട് അവൾക്ക് ബ്രഷ് വേണമെന്നും പറഞ്ഞ് നോക്കിയെടുക്കുകയാണ്. ലാസ്റ്റ് അവളൊരു ബ്രഷ് എടുക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ദേവയ്ക്കും വേണമെന്നും പറഞ്ഞ് അവളും ഒരു ബ്രഷ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. ഇവിടെ ന്യൂഡിൽസിൻ്റെ ഐറ്റംസ് ആണ്. ഒരുപാട് വെറൈറ്റി മോഡലുള്ള ന്യൂഡിൽസ് ഉണ്ട്. പാറു ചെന്നിട്ട് 3 കൊറിയൻ ന്യൂഡിൽസ് എടുത്തായിരുന്നു. അങ്ങനെ ദേവ പറയുന്നുണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഐറ്റംസ് നോക്കാമെന്ന്. ലാസ്റ്റ് പാറു പറഞ്ഞു വേണ്ട, നമുക്ക് ഇത് തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതെടുത്തു. ഞാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓരോന്ന് എടുത്തു തുടങ്ങി. നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവരോട് ചെന്ന് പറയുമ്പോൾ അവർ കറക്റ്റ് വെയിറ്റ് നോക്കി നമ്മൾ പറയുന്ന സാധനങ്ങൾ എടുത്തു തരും. സൺഡേ ആയതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് സാധനം എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ സാധനങ്ങളുടെ ലിസ്റ്റ് കേട്ടിട്ട് എനിക്കും എടുത്ത് തരുന്നുണ്ട് ഓരോന്ന്. അപ്പം ഞാനും ഇങ്ങനെ നോക്കുകയാണ് ഇനി എന്ത് വാങ്ങാമെന്ന് ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പാറും ദേവയും കൂടെ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിച്ചുകൊണ്ട് അവർ നേരെ ഫാൻസി സെക്ഷനിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ഇപ്പോൾ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഓരോ സാധനങ്ങൾ നോക്കുകയാണ്. ഇതാ കണ്ടില്ലേ, കുഞ്ഞു സ്റ്റഡ്. ഇവർക്ക് സ്കൂളിൽ ഇടാനായിട്ടാണ് കുഞ്ഞു സ്റ്റഡൊക്കെ നോക്കുന്നത്. ഇവർക്ക് കണ്ടിട്ടും മതി വരുന്നില്ല. അങ്ങനെ ഓരോന്നിങ്ങനെ കറക്കി നോക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ദേവ പതുക്കെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിട്ട് ബോ നോക്കുകയാണ്. അവൾക്കെന്തോ സ്കൂളിൽ വെക്കാനായിട്ട് ഒരു കുഞ്ഞു ബ്ലാക്ക് ബോ വേണമെന്നും പറഞ്ഞ് നോക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ എല്ലാ ബോയും ഇങ്ങനെ തപ്പി നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ നോക്കിയപ്പോഴേ വേറെ വെറൈറ്റി മോഡൽ ഒരു ബോ കണ്ടു. അതായത് ഇത്തിരി കൂടി ചെറിയ കുട്ടിയൊക്കെ ഇട്ടുള്ള. പിന്നെ ഇതാ കണ്ടില്ലേ ഹെയർ ബോ, അതായത് 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടിയൊക്കെ വെക്കാൻ പറ്റും നല്ല മോഡലായിട്ടുള്ള ബോ, കളേഴ്സ്. പിന്നെ അറിയില്ല, ഈ ഫാൻസി കയറി കഴിഞ്ഞാൽ ഒരു മായാജാലം പോലെയാണ്. എന്ത് കണ്ടാലും നമുക്ക് മതി വരില്ല. എല്ലാം വെറുതെ ഇങ്ങനെ നോക്കി നടക്കാനാണ് ഇഷ്ടം. അതുപോലെയാണ് ഇവർ രണ്ടുപേരും കൂടെ ഫുൾ അവിടെ തന്നെ ചുറ്റിക്കറങ്ങി നിൽക്കുകയാണ്. ഇതാ കണ്ടില്ല, അടുത്തതിന് മാല വേണമെന്ന് പറഞ്ഞ് മാലയുടെ സെക്ഷനിലോട്ട് വന്നു. പിന്നെ നമ്മുടെ എല്ലാ പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം കുപ്പിവളകളല്ലേ, ഇതാ കണ്ടില്ല അതിൻ്റെ സെക്ഷൻ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ എൻ്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയി. ഇതാ ഇവിടെയൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തടുത്ത് ചോക്ലേറ്റ് ഉണ്ട്.
ചോക്ലേറ്റ് ഐറ്റംസും പിന്നെ ഇതാ കുറച്ച് ജ്യൂസ്, ഒരുപാട് മോഡലുള്ള ജ്യൂസ്, പിന്നെ ഇതാ വെജിറ്റബിൾസ് ഒക്കെ കണ്ടേ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസാണ്. ഞാൻ ക്യാരറ്റൊക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഇതാ ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും വരുമ്പം ചോക്ലേറ്റ് കാണുന്നുണ്ട്. ദിയക്കുട്ടിക്ക് ചോക്ലേറ്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. ഈ കാണുന്ന ഫ്രൂട്ട്സൊക്കെ ഓഫർ പ്രൈസിനാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഞാനും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ അടുത്ത എൻ്റെ പർച്ചേസിങ് കഴിഞ്ഞ് ഞാൻ ബില്ലടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. ഇവിടെ 7 ബില്ലിംഗ് കൗണ്ടറുണ്ട്. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിട്ട് നിൽക്കുകയാണ്. ഞാനങ്ങനെ ബില്ലൊക്കെ അടിച്ച് പുറത്തിറങ്ങി. ബില്ലടിച്ച് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ കയറുന്നതിൻ്റെ ഒരു സൈഡിൽ ചെറിയ കൗണ്ടറുണ്ട്. അവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ ഫിഷ് വാങ്ങണമെങ്കിൽ പോയി വാങ്ങിക്കാം. അവിടെ ഒരുപാട് ഐറ്റംസിലുള്ള ഫിഷ് ഉണ്ട്. പിന്നെ ഇതാ കണ്ടില്ലേ, ചിക്കനുണ്ട്, ബീഫുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തോട്ടിറങ്ങിയപ്പോൾ നമ്മൾ പിന്നെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. പിള്ളേർക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പുതുതായിട്ട് എന്തോ ഒരു പോക്കറ്റ് സാൻഡ്വിച്ചൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ദിയയ്ക്ക് ചിക്കൻ റോള് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ 4 പേർക്കും കൂടെ ആയിട്ട് ചിക്കൻ റോൾ വാങ്ങിച്ചായിരുന്നു. പിന്നെ അവർക്ക് ലെമൺ ജ്യൂസ് മതിയെന്ന് പറഞ്ഞു. ഞാനൊരു ടീ ആണ് കുടിച്ചത്. അങ്ങനെ നമുക്കിതെല്ലാം വാങ്ങിച്ചിട്ട് ഇരുന്ന് കഴിക്കാനുള്ള ടേബിൾ സെറ്റപ്പൊക്കെ ഉണ്ട് പുറത്താണ്. അതിൽ തന്നെ ഇതാ ഒരു പ്രത്യേകതരം ടേബിളാണിത്. ഇത് ഊഞ്ഞാല് പോലെ ആട്. ദിയക്കുട്ടിക്ക് എപ്പോൾ ഇവിടെ വന്നാലും ഇതുപോലെ ഇരുന്ന് കുടിക്കുന്നതാണ് ഇഷ്ടം. ഇതുപോലെ 3 പേരും കൂടി ഇരുന്ന് ജ്യൂസ് കുടിക്കുകയാണ്. നല്ല രസമല്ലേ കാണാൻ തന്നെ. അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ ഇവിടെ ഹോം ഡെലിവറി സെറ്റപ്പിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മെസ്സേജ് ഇട്ട് കറക്റ്റ് ലൊക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സാധനം എത്തിക്കും. നമ്മളങ്ങനെ വണ്ടി എടുക്കാനായിട്ട് പാർക്കിംഗ് ഏരിയയിലോട്ട് പോയി. വളരെ വിശാലമായ പാർക്കിംഗ് ഏരിയയാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവരുടെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെയുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഏകദേശം 6:30 മണിയായപ്പോഴാണ് നമ്മൾ പുറത്തിറങ്ങിയത്. നല്ല തിരക്കായിരുന്നു റോഡ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യണേ. അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ.